വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം അത് 2 മാസം പിന്നിട്ടിട്ടും കേന്ദ്ര സഹായം അനുവദിക്കുന്നില്ല. അതിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ LDF നേതൃത്വത്തിൽ ഏകദിന സത്യാഗ്രഹം. കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സത്യാഗ്രഹം വി ശിവദാസൻ MP ആണ് ഉദ്ഘാടനം ചെയ്തത്. ഇതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി KR അനൂപ് കൂടി ചേരുകയാണ്. അനൂപ്, വലിയ അർത്ഥത്തിൽ ഉള്ള പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ, മോദി സർക്കാരിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ കൂടിയാണ് LDF അതിനെ ക്രോഡീകരിക്കുന്നത്. എന്തൊക്കെയാണ് ഇന്ന് പ്രതിഷേധം, സത്യാഗ്രഹം പുരോഗമിക്കുമ്പോൾ നൽകാനുള്ള വിവരങ്ങൾ? കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിലാണ് ഇങ്ങനൊരു സത്യാഗ്രഹ സമരം LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് സംഘടിപ്പിച്ചത്. അതിപ്പോഴും തുടരുകയാണ്. 1 മണി വരെ, രാവിലെ 9 മണിക്ക് ആരംഭിച്ചു. 1 മണി വരെയാണ് സത്യാഗ്രഹ സമരം തീരുമാനിച്ചിരിക്കുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ ഉൾപ്പെടെ 100 ആളുകളാണ് ഈ പ്രതിഷേധത്തിൽ അണിനിരുന്നത്. പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത്, സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തത് MP വി ശിവദാസനാണ്. അദ്ദേഹം ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കവേ ഈ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. പാർലമെന്റിനകത്തും പുറത്തും വയനാടിന്റെ അവകാശത്തിനായി പ്രതിഷേധങ്ങൾ തുടരുമെന്നും ആ സമര പരിപാടികളുടെ ഭാഗമായാണ് ഇന്ന് വയനാട്ടിൽ ഇത്തരത്തിലൊരു സമരം നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളം ഇന്ത്യയിൽ ഉൾപ്പെടുന്നു എന്നത് കേന്ദ്രം മനസ്സിലാക്കണമെന്നും സഹായം, കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം ഉടൻ വയനാടിനായി പ്രഖ്യാപിക്കണമെന്നും അത് നടപ്പാക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തബാധിത പ്രദേശങ്ങൾ നേരിട്ട് കണ്ട് വിലയിരുത്തി അടിയന്തര സഹായം ഉണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചതാണ്. എന്നിട്ടും ജില്ലയോട് ഈ കടുത്ത അവഗണന, ഈ ദുരന്തം പിന്നിട്ട് 2 മാസം കഴിയുമ്പോഴും തുടരുന്നു. ഇതിനെതിരെ ആണ് ഇന്ന് പ്രതിഷേധം നടന്നത്. അത്തരത്തിലുള്ള സമരങ്ങൾ തുടർന്നും സംഘടിപ്പിക്കാനാണ് LDFന്റെ തീരുമാനവും. ആഗസ്റ്റ് 17-നാണ് 1202 കോടിയുടെ പ്രാഥമിക സഹായത്തിലുള്ള നിവേദനം സംസ്ഥാനം കേന്ദ്രത്തിന് സമർപ്പിച്ചത്. അതിനുശേഷം ജില്ലയിൽ ഈ മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം പ്രളയം ബാധിച്ച മറ്റു സംസ്ഥാനങ്ങൾക്ക് അടിയന്തര കേന്ദ്ര സഹായം നൽകിയിട്ടും കേരളത്തോട് അവഗണന തുടരുന്നത് ഒരു ഫെഡറൽ തത്വങ്ങൾക്ക് തന്നെ എതിരായാണ് LDF പൊതുവിൽ സംസ്ഥാനം കാണുന്നത്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. അത് ഈ വിധത്തിൽ തുടരാനും തീരുമാനമുണ്ട്. എത്രയും വേഗം വയനാടിനായുള്ള സഹായം പ്രഖ്യാപിക്കുക എന്നതാണ് ഈ സമരത്തിന്റെ ആവശ്യം. അല്പസമയത്തിനകം സമരം അവസാനിക്കും. LDF ജില്ലാ കൺവീനർ CK ശശീന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടറി P ഗഗാരൻ, CPI ജില്ലാ സെക്രട്ടറി AJ ബാബു, KJ ദേവസ്യ തുടങ്ങിയവരെല്ലാം ഈ സമരത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു. ഏതായാലും സമരം ഇപ്പോഴും തുടരുകയാണ്. ശരി, സത്യാഗ്രഹ സമരത്തിൻ്റെ വിവരങ്ങൾ കൂടിയാണ് അനൂപ് KR ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.